ഉത്തരമലബാറിലെ ആദ്യ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ വിജയകരമായി പൂർത്തീകരിച്ചു. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യമായവർ മംഗലാപുരത്തിനെയോ കോഴിക്കോടിനെയോ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യത്തിന് അറുതി വരുത്താനും ഇതോടുകൂടി സാധിക്കുമെന്ന് COO ഡോക്ടർ അനൂപ് നമ്പ്യാർ പറഞ്ഞു. തലശ്ശേരി സ്വദേശിയായ 51 വയസ്സുകാരനാണ് അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ പുതുജീവിതം നേടിയെടുത്തത്. അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും സങ്കീർണമായ പ്രൊസീജിയറുകൾ കൂടി വിജയകരമായി പൂർത്തീകരിക്കപ്പെടുമ്പോൾ കണ്ണൂരിന്റെ ആതുര സേവന മേഖല ആഗോള നിലവാരത്തിലേക്ക് കൂടി വളരുകയാണ്. ഗുരുതരമായ വൃക്കരോഗത്തെ തുടർന്ന് ഡയാലിസിസിന് വിധേയനായി ജീവിതം മുൻപിലേക്ക് കൊണ്ടുപോയിരുന്ന തലശ്ശേരി സ്വദേശിയായ 51 വയസ്സുകാരനാണ് അവയവമാറ്റ ശസ്ത്രക്രിയയിലൂടെ പുതുജീവിതം നേടിയെടുത്തത്. 2023 സെപ്റ്റംബറിലാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ച് നമ്മുടെ ഡോക്ടർ ബിജോയ് ആണ്, നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിയാണ്. നിരന്തരം നമ്മുടെ അടുത്ത് ഇത് വേണം, അത്യാവശ്യമാണ്, നമുക്ക് കണ്ണൂരിലില്ല, പരിയാരത്ത് പോലും ചെയ്യുന്നില്ല എന്നുള്ള ആ ഒരു ഇതിന് നമ്മൾ അതിനുള്ള ശ്രമം തുടങ്ങിയത്. അന്ന് നമ്മൾ ലൈസൻസിന് അപ്ലൈ ചെയ്തു. ഗവൺമെൻറ് ഏജൻസീസിന് ഡോക്ടേഴ്സ് വന്നു, ചില ന്യൂനതകൾ പറഞ്ഞു, നമ്മളതെല്ലാം പരിഹരിച്ചു. അടുത്ത വിസിറ്റിൽ നമുക്ക് ലൈസൻസ് കിട്ടി. പിന്നീട് നമുക്ക് ആ രോഗിയെ ഡോക്ടർ തന്നെയാണ്, ഡോക്ടറുടെ പേഷ്യൻ്റ് തന്നെയാണ് നമുക്ക് രോഗിയെ ലഭിച്ചത്. അപ്പോൾ ഇനീഷ്യലി നമുക്ക് ആദ്യത്തെ ഒരു ഓപ്പറേഷൻ എന്നുള്ളൊരു പേടി അവർക്കുണ്ടെങ്കിലും അവർ വളരെ ധൈര്യപൂർവ്വം വന്നു, നമ്മളത് ചെയ്യുകയും ചെയ്തു. രോഗി ഡിസ്ചാർജായി വീട്ടിൽ പോയി, പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ ഈ ഒരു ഉദ്യമത്തിൽ നമുക്ക് ഒരു ടീം വർക്കാണ് ആവശ്യം. അതായത് നെഫ്രോളജി ഡോക്ടറുടെ രോഗി വരുന്നത് ചെയ്യുന്നത് യൂറോളജി സർജനാണ് ചെയ്യുന്നത്. നമ്മൾ അനസ്തീഷ്യ കൊടുക്കുന്നു. അതുകൂടാതെ ഈ പേഷ്യൻറ്റിൻ്റെ സർജറി കഴിഞ്ഞ് നമ്മൾ മാറ്റിയാൽ ട്രാൻസ്പ്ലാന്റ് ICUവിൽ വിദഗ്ധരായ നേഴ്സസ് 24 മണിക്കൂറും വരെ പരിചരിക്കാനുള്ള നേഴ്സസ്, അതിന് പരിചയസമ്പന്നരായ നേഴ്സസ് തന്നെ വേണം. സാധാരണഗതിയിലുള്ള ഇതിന് ട്രെയിനിങ് നേടിയിട്ടുള്ള നേഴ്സസ് നമുക്കുണ്ട്. അവരുടെ സഹായം, നെഫ്രോളജി ഡോക്ടർ അവരുടെ കൂടെ തന്നെ ഡ്യൂട്ടി എടുത്ത് അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, അവരുടെ സഹായം. അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞാലും നമുക്ക് ഈ വൃക്ക രോഗി റിജക്റ്റ് ചെയ്യാതിരിക്കാനുള്ള മരുന്നുകൾ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും. അപ്പോൾ അതിന് കൂടുതലുള്ള റിവ്യൂ അത് മുഴുവൻ നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും നേഴ്സസും എല്ലാവരുടെയും കൂടിയുള്ള ഒരു ടീം വർക്കാണ് ഈ വിജയത്തിൻ്റെ പിന്നിൽ. ഉത്തര കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏറ്റവും ഗുണനിലവാരത്തോടുകൂടി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയാ സംവിധാനങ്ങൾ സജ്ജീകരിക്കുമെന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആസ്റ്റർ കേരള മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ KM സൂരജും കണ്ണൂർ ആസ്റ്റർ മിംസ് COO ഡോക്ടർ അനൂപ് നമ്പ്യാരും നൽകിയ വാഗ്ദാനമാണ് ഇതോടെ യാഥാർത്ഥ്യമാക്കപ്പെട്ടത്. ആ ഒരു ഉറപ്പാണ് ഞാനിപ്പോൾ നൽകാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഉറപ്പ് ഞാൻ പിതാവിന് സമക്ഷം നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നതാണ്. മലബാറിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏറ്റവും ക്വാളിറ്റിയോടുകൂടി റീനൽ ട്രാൻസ്പ്ലാന്റ് നമ്മൾ ചെയ്യും. ആ ഒരു ഉറപ്പ് കണ്ണൂർ ആസ്റ്റർ മിംസിനും മൊത്തം ആസ്റ്ററിന്റെ മാനേജ്മെന്റിനും വേണ്ടി ഞാൻ നൽകുകയാണ്. നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ബിജോയ് ആന്റണി, ഡോക്ടർ പ്രദീപ് VR, ഡോക്ടർ സാരംഗ് വിജയൻ, യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സത്യേന്ദ്രൻ നമ്പ്യാർ, ഡോക്ടർ അക്ബർ സലീം, അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ അനീഷ്, ഡോക്ടർ വന്ദന, ഡോക്ടർ പ്രശാന്ത്, നഴ്സിംഗ് വിഭാഗം സോണിയ, രമ്യ തുടങ്ങിയവർ വൃക്ക മാറ്റിവെക്കലിന് നേതൃത്വം നൽകി. വൃക്ക മാറ്റിവെക്കുന്ന വ്യക്തികൾക്ക് അനുയോജ്യമായ വൃക്ക ലഭിക്കുവാനുള്ള ബുദ്ധിമുട്ടാണ് നിലവിൽ ഈ മേഖലയിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രധാന വെല്ലുവിളി. മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തികളുടെ അവയവവും അടുത്ത ബന്ധുക്കളുടെ അവയവവുമാണ് പ്രധാനമായും വൃക്ക മാറ്റിവെക്കലിന് നിലവിൽ സ്വീകരിക്കപ്പെടുന്നത്. ഈ സാഹചര്യം ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിക്കുവാൻ വൃക്ക ആവശ്യമായി വരികയും എന്നാൽ സ്വീകർത്താവിന് യോജിക്കാതെ വരികയും ചെയ്യുമ്പോൾ അനുയോജ്യമായ വൃക്കകൾ പരസ്പരം കൈമാറാനുള്ള സ്വാപ്പ് ട്രാൻസ്പ്ലാന്റ് സംവിധാനം വ്യാപകമാക്കുമെന്ന് ആസ്റ്റർ മിംസ് കണ്ണൂർ COO ഡോക്ടർ അനൂപ് നമ്പ്യാർ അറിയിച്ചു. നമുക്കൊരു ബെസ്റ്റ് പോസിബിൾ റേറ്റ്, അതായത് ഒരു നോർത്ത് മലബാറിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂറും അല്ലെങ്കിൽ കാലിക്കറ്റ് ചെയ്യുന്നതിനെ കാട്ടി ഒരു ബെറ്റർ അല്ലെങ്കിൽ നല്ല റേറ്റിൽ നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് DM ഫൗണ്ടേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മിംസിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ കുറച്ച് എക്കണോമിക്കലി വീക്കറായിട്ടുള്ള പീപ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ട്രസ്റ്റ് ട്രസ്റ്റ് ത്രൂ അപേക്ഷിക്കാം. സോ അവരെ ത്രൂ നമുക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പ് കൂടി. ആസ്റ്റർ മിംസ് COO ഡോക്ടർ അനൂപ് നമ്പ്യാർ, CMS ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത്, DGM ഓപ്പറേഷൻസ് വിപിൻ ജോർജ്, നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ബിജോയ് ആന്റണി, ഡോക്ടർ പ്രദീപ് VR, ഡോക്ടർ സാരംഗ് വിജയൻ, യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സത്യേന്ദ്രൻ നമ്പ്യാർ, ഡോക്ടർ അക്ബർ സലീം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ.